ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചേമ്പിൻ്റെ തണ്ടും പരിപ്പും കൂടിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ചേമ്പും താളും പരിപ്പ് കറിയാണ് ഇന്നത്തെ. അപ്പോൾ പരിപ്പും ചേമ്പും താളും പല രീതിയിൽ നമുക്ക് കറി വയ്ക്കാം. കുത്തി കാച്ച, നാളികേര അരച്ചിട്ട് കടുകറക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നാളികേര അരച്ചിട്ട് കടുകറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് തയ്യാറാക്കുന്ന കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു 2 പിടി, എൻ്റെ കൈ കൊണ്ട് 2 പിടി പരിപ്പ് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വിസിൽ അടിച്ചിട്ട് എയർ കളയണം. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ താളം കൂടിയിട്ട് ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒന്നും കൂടിയും പരിപ്പ് ഇതിലേക്ക് അലിഞ്ഞ് നല്ലതുപോലെ വെന്തോളും. അപ്പോൾ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കർ ഒന്ന് ഞാൻ മൂടിയിട്ട് ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് പുറത്ത് പോയിട്ട് ചേമ്പിന്താള് മുറിച്ചെടുക്കാം. അപ്പം അധികം മൂത്തതാവാൻ പാടില്ല, എന്നുവെച്ചാൽ തീരെ ചള്ളും പാടില്ല, കൂമ്പ് പോലെ അങ്ങനെ എളുതും പറ്റില്ല. അപ്പൊ ഇതേപോലത്തെ കളറിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് അത് 2 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിട്ട് എടുത്തിട്ട്. അപ്പൊ അത് ഞാൻ നല്ല കനമുള്ളതൊക്കെ ഒരു 5-6 പുളി പൊളിച്ചിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നുണ്ട്. തീരെ ചെറുതാണെങ്കിൽ റൗണ്ട് തന്നെ വെറുതെ അരിഞ്ഞാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കനമുള്ളതാണ്. അപ്പം ഞാനിതുപോലെ തൊലിയൊക്കെ ഇങ്ങനെ ചീകി കൊടുക്കുക. എന്നിട്ട് നല്ല ഒരു 5-6 ഇതായിട്ട് ഇങ്ങനെ കീറിയിട്ട് അരിഞ്ഞിട്ട് ഇടാം നമുക്ക്. അപ്പം എല്ലാതും നമുക്ക് ഇതുപോലെ ചീകി എടുക്കാം. അപ്പം അരിഞ്ഞു വരുമ്പോൾ ചേമ്പുന്താളമൊക്കെ കുറേ ആയിട്ട് തോന്നും. പക്ഷെ അതൊന്ന് വെന്തുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വെക്കും. അപ്പം അതിൻ്റെ കറയൊക്കെ നന്നായി പോയി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചു. 2 വിസിലടിച്ചപ്പോൾ ഞാൻ ആ വിസിലൊക്കെ എയറൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞു. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എയർ കളയണത് എന്താ വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ കിടന്ന് നല്ല പോലെ അലിയും. പിന്നെ നമ്മുടെ ചേമ്പുന്താളും കൂടി ഇട്ടിട്ട് വേവിക്കുമ്പോൾ പിന്നെ പരിപ്പ് കാണില്ല, വിധത്തിൽ അലിയും. അപ്പോൾ വിസില് എപ്പോഴും എയർ കളഞ്ഞിട്ട് 2 വിസിലടിച്ചതിന് ശേഷം തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. പിന്നെ ചേമ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് വേവിക്കുമ്പോൾ ഒന്നും കൂടി നന്നായി അലിഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ച് കുഞ്ഞുന് മാറ്റിയെടുത്ത് വെക്കും. അപ്പം ഇത് കറി വെക്കായാലും പരിപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഉള്ളതാണെങ്കിൽ ഞാൻ അതുകൊണ്ട് മാറ്റി വെക്കും. എരിവും കൂടാത്തതാണെങ്കിൽ, എരിവൊന്നും ഇതുവരെ കഴിച്ച് തുടങ്ങിയിട്ടില്ല ആള്. അപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പിട്ടിട്ട്. അപ്പം ആ കറിയൊക്കെ കളഞ്ഞതിന് ശേഷം അതുപോലെ കഴുകി വാരി എടുത്തിട്ട് ഞാനിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഈ ചേമ്പുന്താള് ചൊറിയില്ലേ എന്നൊക്കെ തോന്നും. അപ്പോൾ ചേമ്പുന്താള് അങ്ങനെ ചൊറിയൊന്നുമില്ല. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലാവുമ്പോൾ ചൊറിയില്ലേ. ഇതിപ്പോ കന്നിമാസമാണ്, കർക്കിടക മാസം ഒന്നല്ല, എന്നാലും ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൊറിച്ചില് ഉണ്ടോ എന്നുള്ള സംശയം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ചൊറിയണതാണ് വെച്ചെങ്കിലും ആ പുളി ചെന്നിട്ട് വെച്ചെങ്കിൽ ചൊറിച്ചിലൊക്കെ ഒന്ന് ചൊറിയണ ചേമ്പാന്ന് വെച്ചെങ്കിൽ ഒന്ന് മാറിപ്പോകും, ഇതാവും. അങ്ങനെ ചൊറിച്ചില് വരില്ല നമുക്ക് നാവുമ്മയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തിളച്ചിട്ടാണ് നമ്മുടെ ചേമ്പും തണ്ടും പരിപ്പും കൂടിയിട്ട് നല്ലതുപോലെ തിളച്ചിട്ടിരിക്കുന്നത്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചേമ്പിൻ്റെ വട്ടയൊക്കെ ഒന്നും കൂടി വേവാണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ കണ്ടില്ലേ ക്വാണ്ടിറ്റി ഇപ്പോൾ കുറഞ്ഞു വരുന്നത്, അത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനൊരു 1/2 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടിയിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നാളികേരം പച്ചമുളകും കൂട്ടിയിട്ട് അരച്ചെടുക്കാം. അതല്ല വെച്ചെങ്കിൽ പച്ചമുളക് വെറുതെ കീറിയിട്ടാലും മതി.
അപ്പൊ ഞാനിതുപോലെ നാളികേരവും പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് ഇല്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ടാലും മതി. അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ നല്ല എരിവുള്ള കാരണം ഞാൻ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം പച്ചമുളക് ഇല്ല വെച്ചെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചാൽ മതി. മുളക് പൊടി ഇടുമ്പോൾ അപ്പോൾ ഈ ചേമ്പും പട്ട ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെന്ത് വരുന്നോട് കൂടിയിട്ട് മുളക് പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയ്ക്കും പുളി ഞാൻ എടുത്തിട്ടുണ്ട്. കോൽപ്പുളി ഇല്ലേ, നമ്മുടെ വാളംപുളി എടുത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളത്തിൽ, സ്വല്പം വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേമ്പിൻ്റെ തണ്ടുകൾ ചൊറിയണ ചേമ്പിൻ്റെ തണ്ടൊക്കെയാണ് വെച്ചിങ്ങനെ ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചൊറിയുന്ന ചേമ്പിൻ്റെ തണ്ടൊക്കെയാണ് വെച്ചിങ്ങനെ ഇനി ചൊറിയൂ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പുളി ഇറങ്ങി ഇതിൽ പിടിക്കുമ്പോൾ അങ്ങനെ ചൊറിയണതാണെങ്കിലും അത് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 6 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കടുകൊക്കെ പൊട്ടി മുളകൊക്കെ മൂട്ടി വരുമ്പോൾ നമ്മുടെ വേവിച്ച് റെഡി ആയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പിൻ്റെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ചേമ്പുംതാളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വെക്കാവുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് പല രീതിയിലും വെക്കാം. ഇത് പരിപ്പും ചേമ്പുംതാളും കൂടിയിട്ട് കുത്തി കാച്ചിയാലും മതി, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാച്ചി ഒഴിച്ചതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് ഇളക്കിയിട്ട് എടുക്കണത്. അപ്പോൾ കാച്ചി ഇങ്ങനെ ഒഴിച്ച വശം ഞാനിത് മൂടി വയ്ക്കും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലാണ് ഇതിലേക്ക് എല്ലാതും കൂടിയിട്ടൊന്ന് ഇളക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഉലുവയുടെയും മുളകിൻ്റെയും കടുകിൻ്റെയും ഒക്കെ ഫ്ലേവർ വെളിച്ചെണ്ണയുടെ ഒക്കെ എനിക്ക് ശരിക്കും പിടിക്കും. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.